രാജ്യത്തെ ബി.ജെ.പിയും സഖ്യകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടല്ല ബി.ജെ.പി ഇതര സംസ്ഥാനങ്ങളോട് കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ധനകാര്യ കമ്മീഷൻ ശുപാർശകൾക്ക് വിരുദ്ധമായ സമീപനം പോലും കേന്ദ്രം സ്വീകരിക്കുന്നു. കേന്ദ്ര നയങ്ങൾക്കെതിരായ ദില്ലിയിലെ നാളത്തെ സമരം ആരെയും തോൽപ്പിക്കാനല്ല, അർഹതപ്പെട്ടത് നേടിയെടുക്കാനാണ്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നുവെന്നും കേന്ദ്രം ചെറിയ വിഹിതം നൽകുന്ന സംസ്ഥാനത്തെ പദ്ധതികൾ പോലും കേന്ദ്ര പദ്ധതികളാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും കണക്കുകൾ സഹിതം കാട്ടി മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചു. പരിശോധിക്കാം. അതിജീവനത്തിന് സ്കോപ്പുണ്ട്. കെ വി തോമസ് സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി, ജെ.ആർ. പത്മകുമാർ ബി.ജെ.പി, അനൂപ് വി.ആർ കോൺഗ്രസ് സഹയാത്രികൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം പ്രൊഫസർ കെ വി തോമസ്, ആരൊക്കെ വരും നാളത്തെ സമരത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേരളമാണ് ആദ്യം സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അതിനു മുന്നേ ഒരു ദിവസം ഇന്ന് കർണാടകത്തിലെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും എത്തി സമരം ചെയ്യുകയും കേരളത്തിന് പിന്തുണ നൽകുകയും ചെയ്തു. നാളെയാണ് കേരളത്തിൻ്റെ സമരം. ഈ കേരളത്തിൻ്റെ സമരം ആദ്യം തീരുമാനിച്ചിരുന്നത് വെറും സമരമായിട്ടാണെങ്കിൽ പിന്നീട് ഇന്ത്യ മുന്നണിയിലെ വ്യത്യസ്തമായ കക്ഷികളെ ഒക്കെ തന്നെയും ക്ഷണിച്ചുകൊണ്ടാണ് ആ സമരം വിപുലീകരിച്ചിട്ടുള്ളത്. നാളത്തെ സമരത്തിൽ ആരൊക്കെ വരും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പ്രൊഫസർ കെ വി തോമസ്, താങ്കൾ നേരിട്ടാണ് ഇവരെയൊക്കെ ക്ഷണിച്ചിട്ടുള്ളത്. ആരൊക്കെ വരും? പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിലെ എല്ലാ നേതാക്കന്മാരും വരും. ശരത് പവാർ 11:30 സമര പന്തലിൽ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഫറൂഖ് അബ്ദുള്ള 12 മണിക്ക് വരും. കേജ്രിവാൾ, മാനും പഞ്ചാബ് ചീഫ് മിനിസ്റ്ററും അതിനുശേഷം 1 മണിക്കും 12 മണിക്കും മധ്യ ഒരു സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം യെച്ചൂരി, ഡി രാജ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇതിനിടയിൽ വന്ന് ചേരും. ഇതിനോടുകൂടി പങ്കെടുക്കും. സ്റ്റാലിനൊന്നുമില്ല. എന്തോ? സ്റ്റാലിനില്ല. കേട്ടൂടാ. സ്റ്റാലിൻ ഇവിടെ ഇല്ലല്ലോ, അത് സ്വിറ്റ്സർലൻഡ് എവിടെയാണ്. പക്ഷെ അത് അവരുടെ പ്രതിനിധികൾ വരെ എം.പിമാർ കറുത്ത ഷർട്ടും ഇട്ടുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. മല്ലികാർജുൻ ഖാർഗെയെ താങ്കൾ നേരിട്ട് ക്ഷണിച്ചതാണ്. മല്ലികാർജുൻ ഖാർഗെ എന്തു പറഞ്ഞു? അദ്ദേഹത്തിന് ചീഫ് മിനിസ്റ്റർ കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ മറുപടിയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇന്ന് കർണാടകയുടെ സമരം നടന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ കേന്ദ്രമന്ത്രി എന്ന് വെച്ചാൽ കേരള ഹൗസിന് തൊട്ട് മുമ്പിലാണ്. അവരൊക്കെ ഇന്ന് കർണാടക ചീഫ് മിനിസ്റ്റർ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ ഉള്ള ആളുകൾ പറഞ്ഞ് കേരളത്തിൻ്റെ സമരം ന്യായമാണ്, അവരോടൊപ്പം ഞങ്ങൾ യോജിച്ച് നിൽക്കുന്നു എന്ന സമീപനമാണ് കർണാടകയിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും ദേശീയ തലത്തിൽ ഇതൊരു അറ്റൻഷൻ കിട്ടിയ സമരമാണ്. കേരളത്തിലെ കോൺഗ്രസ് സ്നേഹിതന്മാർ ഇതിനോട് സഹകരിക്കുന്നില്ലെങ്കിലും ദേശീയ തലത്തിൽ ഒരു സഹകരണമുണ്ട് എന്നുള്ളതാണ് ഇന്ന് കർണാടകയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകിയ സപ്പോർട്ട്. പ്രൊഫസർ കെ വി തോമസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ജെ.ആർ. പത്മകുമാർ, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 1 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തി എന്തിനാണ് സമരം എന്നത് സംബന്ധിച്ച് വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, കേരളത്തിന് ആവശ്യമായിട്ടുള്ള പണം കിട്ടുന്നില്ല എന്നു മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ് ഉപയോഗിക്കണം എന്നാവശ്യപ്പെട്ട് കേരളത്തിന് ലഭിക്കേണ്ട തുക പിടിച്ചു വെക്കുന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ അക്കമിട്ട് പറയുമ്പോൾ ശ്രീ ജെ.ആർ. പത്മകുമാർ, അത് കേരളത്തിന് ബോധ്യമാകുന്നുണ്ട് എന്ന തോന്നൽ നിങ്ങൾക്കില്ലേ? ഞങ്ങൾക്കല്ലല്ലോ ബോധ്യപ്പെടേണ്ടത്, ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം അസത്യം ഒരിക്കലും 100 തവണ പറഞ്ഞാലും അത് സത്യമാവില്ലല്ലോ. ഇപ്പോൾ നേരത്തെ ഇവിടെ നമ്മുടെ നവകേരള സദസ്സിലും അതുപോലെയുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രചരണങ്ങളിലും ഇവിടെ നമ്മുടെ മീഡിയ ചർച്ചകളിലും ഇടതുപക്ഷ പ്രതിനിധികൾ പറഞ്ഞതിൽ കൂടുതലൊന്നും ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ്. ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ വളരെ അവ്യക്തതയുണ്ട്. ഇപ്പോൾ അവിടെ പത്രപ്രവർത്തകർ നമ്മുടെ ധനകാര്യമന്ത്രിയോട് GST കോമ്പൻസേഷനെ കുറിച്ച് അത് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അല്ല, അത് ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് 12,000 കോടി രൂപ, നേരത്തെ 57,000 കോടിയുടെ കണക്കിന് 12,000 കോടി, അത് അങ്ങനെയല്ല പറഞ്ഞത്, കോമ്പൻസേഷൻ കുറച്ച് കിട്ടാനുണ്ട്, അത് നീട്ടിക്കൊണ്ട് പോകണം
നീട്ടണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് പഴയ സ്റ്റാൻഡിൽ നിന്നൊക്കെ മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇല്ല പഴയ ഇതൊരു സ്റ്റാൻഡിൽ നിന്ന് രാഷ്ട്രീയ മാറിപ്പോയതല്ല സമരമാണ്. ഇതിനെ ശ്രീ ജെ ആർ സംബന്ധിച്ച് പത്മകുമാർ. കേന്ദ്രം ജെരുക്കുന്നു. അക്കാര്യം താങ്കളും കേട്ടിട്ടുണ്ടാവും, ഞാനും കേട്ടതാണ്. ജി എസ് ടി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്, അതായത് ജി എസ് ടി കോമ്പൻസേഷന് ഡ്യൂ ഉണ്ട് എന്ന വാദം ഞങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നില്ല. നേരത്തെ 700 കോടി രൂപയുടെ കുറവ് ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. ജി എസ് ടി കോമ്പൻസേഷൻ്റെ കാലപരിധി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമാണ് ഉയർത്തുന്നത്. അതാണ് പറഞ്ഞത്. അങ്ങനെ അല്ലല്ലോ നിങ്ങൾ ഈ പറഞ്ഞ നികേഷ് കുമാർ. നമ്മുടെ നവകേരള സദസ്സ് നടക്കുമ്പോൾ ആണല്ലോ ഈ കാര്യങ്ങൾ പറഞ്ഞത്. 57,000 കോടിയുടെ കണക്ക് പറഞ്ഞത് എന്നാണ്. ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എത്രയാണ് കൊടുക്കാനുണ്ടായിരുന്നത്? 730 749 കോടി അതിന് മുമ്പ് തന്നെ പ്രോസസ്സ് തുടങ്ങിയിരുന്നു, ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ 57,000 രൂപയുടെ കോടിയുടെ കണക്ക് പറഞ്ഞപ്പോൾ അന്ന് 12,000 കോടി ഉണ്ടായിരുന്നല്ലോ. ഇത് അതിൽ നിന്നുള്ള പുറകിലോട്ട് പോക്കാണ്. പിന്നെ ഏതായാലും സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ ഏകദേശം ഒരു 40-46 പേജുള്ള ഒരു അഫിഡവിറ്റ് കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ആ വസ്തുത കോടതിയിൽ ചർച്ച ചെയ്യുകയും പൊതുസമൂഹത്തിന് മുമ്പ് ചർച്ച ചെയ്യുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും കോടതിയുടെ ഒരു തീരുമാനം വരുമ്പോൾ അത് ഞങ്ങളതിന് സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം ഇവർ പറയുന്നത് പോലെ വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ താങ്കൾ സമീപിക്കുന്നത് എന്ന് കാണുന്നു. നോക്കൂ, 57,400 കോടിയുടെ ബ്രേക്കപ്പിൽ താങ്കൾ പറയുന്നത് പോലെ ജി എസ് ടി കോമ്പൻസേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഹെഡർ വേറെയൊക്കെയാണ്. നോക്കൂ, ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വിശദമായി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ശ്രീ ജെ ആർ പത്മകുമാർ കേൾക്കൂ. അതായത് മുഖ്യമന്ത്രി ഒരു നോട്ട് നോക്കിയിട്ടാണ് വായിച്ചത്. ആ പറയുന്ന കണക്കുകൾ താങ്കളുടെ മുന്നിലുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ചോദിച്ചത്, കേരളത്തെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നില്ലേ എന്ന്. ആ പറയുന്ന കണക്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കാനുണ്ടോ, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുണ്ടോ, അതിനെ കണക്കുകൾ വെച്ച് ഖണ്ഡിക്കാൻ താങ്കൾക്ക് കഴിയുമോ? അല്ല, അദ്ദേഹം ഏത് കാര്യമാണ് അതിന് ഇതൊക്കെ ഇപ്പോൾ 750 കോടി രൂപയുടെ ധനകാര്യ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു 750 കോടിയുടെ UGC നഷ്ടമായി. അത് ഞങ്ങൾ കണക്ക് കൊടുത്തിരുന്നത് എന്തായിരുന്നു സ്ഥിതി? എന്തായിരുന്നു അതിലെ കണക്ക് പറഞ്ഞിരുന്നത്? 2 തവണ റിമൈൻഡർ അയച്ചു. ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും റിമൈൻഡർ അയച്ചു. പൈസ എന്നിട്ട് യാതൊരു റെസ്പോൺസും ഇല്ലാതിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് കൊടുത്തില്ല, നേരത്തെ മറ്റേ ഓൺലൈനിലാണ് ചെയ്തത്. ഇപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്, നേരത്തെ അവർ പറഞ്ഞില്ല എന്ന്. ഇങ്ങനെയാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള കത്തിടപാടുകളും ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന സഹായത്തെക്കുറിച്ചുള്ള ഏർപ്പാട് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ബാലിശകളാണ്. ഇത് വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പൊതുഖജനാവിൽ നിന്ന് പൈസ എടുത്ത് മന്ത്രിമാർ ഈ നവകേരള യാത്ര നടത്തിയതുപോലെ ഡൽഹി പോയി നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ സൂചിച്ച് വരിക എന്നുള്ളതിനപ്പുറം ഇതിൽ ഒരു രാഷ്ട്രീയം അല്ലാതെ ഇതിനകത്ത് വേറൊരു യാഥാർത്ഥ്യവുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളത് പുച്ഛിച്ച് തള്ളും. സുപ്രീം കോടതി വിധി വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ എന്താണ് കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങളോട് എടുക്കുന്ന സമീപനം, കേരളത്തിനോട് എടുക്കുന്ന സംസ്ഥാനം. BJP തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പത്രത്തിൽ വന്നതാണ്. ഇന്നലെ താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കർണാടക സർക്കാർ കേരളം ഉന്നയിച്ച സമാനമായ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടാണ് ജന്തർ മന്ദറിൽ സമരം നടത്തുന്നത്. ഇന്ന് നേരത്തെ പ്രൊഫസർ KV തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ DK ശിവകുമാർ മാത്രമല്ല, AICC അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് കർണാടകവും കേരളവും ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രം ആവശ്യമല്ല. നോക്കൂ, 57,400 കോടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ GST കോമ്പൻസേഷൻ ഉൾപ്പെടാത്ത തുകയാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളം മുന്നോട്ട് വെക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഉദാഹരണത്തിന് ലൈഫ് പദ്ധതിയുടെ കാര്യത്തിനകത്ത് 87.83% കേരളം നൽകുകയാണ്. അതിൻ്റെ 12.17% മാത്രമാണ് കേന്ദ്രം എടുക്കുന്നത്. എന്നിട്ട് ഈ 12.17 എടുക്കുന്ന കേന്ദ്രത്തിന് അതിൻ്റെ മുകളിൽ ഓരോ വീടിൻ്റെയും മുമ്പിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബോർഡ് വെക്കണമെന്നാണ് പറയുന്നത്. ഇത് സാധ്യമാകില്ല എന്ന് പറയുമ്പോൾ ഈ പണം പിടിച്ചു വെക്കുകയാണ്. ഈ 12.17% തെറ്റിദ്ധരിപ്പിക്കുന്നതാണല്ലോ ആ സ്കീമിൽ അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ അങ്ങനെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? എങ്കിൽ പിന്നെ ഇതിനേക്കാൾ വലിയ പദ്ധതിയാണല്ലോ കുടിവെള്ള പദ്ധതി. 60% കേന്ദ്രമാണല്ലോ കൊടുക്കുന്നത്. കേന്ദ്രം എവിടെയെങ്കിലും ഞങ്ങളുടെ കേന്ദ്ര പദ്ധതികളാണെന്ന് എഴുതി വയ്ക്കണമെന്ന് പറയുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന ഹൗസ് ലൈഫ് പദ്ധതി നിങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ്റും ഇതുവഴി കൂടി നിങ്ങളുടെ ഇവിടുത്തെ ഹൗസിൻ്റെയും കൂടി കൂടിച്ചേർത്തുകൊണ്ട് 1.5 ലക്ഷം രൂപ കേന്ദ്രത്തിൽ നിന്നും 50,000 രൂപ സംസ്ഥാനവും 2 ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൈസ അല്ലത്, കടമെടുക്കുകയാണ് ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് വേറെ അല്ല, അത് ഗ്യാരണ്ടി നിങ്ങളുടെ കിബി കേരളമാണെന്നല്ലേ പറയുന്നത് കടമെടുക്കുമ്പോൾ.
അത് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കടമെടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കുറച്ചുകൂടെ ഗൗരവത്തോടു കൂടി അതിനെ കാണണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തിരിച്ചടക്കേണ്ടത്. 17,104 സംസ്ഥാന സർക്കാർ ഇതിനകം ചെലവിട്ടിട്ടുള്ളത്. കേന്ദ്രം ചെലവിട്ടിട്ടുള്ളത് 2081 കോടിയാണ്. അപ്പോൾ അത്രയും വലിയൊരു പദ്ധതിയിൽ ഇപ്പോൾ താങ്കൾക്കൊരു വീട് സർക്കാർ വെച്ച് തരുന്നു എന്ന് വിചാരിക്കുക. അവിടെ കുമാർ എന്ന പേരാണ് അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ പേരോ മോദിയുടെ ചിത്രമോ സംസ്ഥാന സർക്കാരിന്റെ പേരോ പിണറായി വിജയന്റെ ചിത്രമോ വെക്കാൻ കൂട്ടാക്കില്ല. അത് ന്യായമായ താങ്കളുടെ മൗലികമായ അല്ലെങ്കിൽ മനുഷ്യാവകാശമാണ്. ആ മനുഷ്യാവകാശമാണ് രാഷ്ട്രീയം. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആരോഗ്യപരമായിട്ടൊരു ചർച്ച ചെയ്യണം. അതല്ലാതെ ഈ പിണറായിയുടെ ഏജന്റായിട്ട് ചർച്ച ചെയ്യരുത്. നമ്മളൊരു സത്യമായിട്ട് പൊതുജനങ്ങളോട് എവിടെയെങ്കിലും മോഡിയുടെ പടം വയ്ക്കാൻ പറയുന്നു. അത് കേന്ദ്ര പദ്ധതിയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അല്ല, അതൊക്കെ നിങ്ങളുടെ പ്രചരണമല്ലേ? ഇവിടെ നേരത്തെ അങ്ങനെയല്ലേ ശ്രീ ജെ.ആർ. പത്മകുമാർ ഈ പറയുന്ന മൂലധന ചെലവിനായുള്ള വായ്പാ സഹായമായിട്ടുള്ള 3000 കോടി രൂപ, നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടുള്ള 600 കോടി രൂപ, താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള UGCയുടെ 750 കോടി രൂപ, ഇത്രയും തുക കേരളത്തിന് കിട്ടാനുണ്ട്. അതാണ് നാളെ സമരത്തിന്റെ കാരണം. അത് പിണറായി വിജയന്റെ ഏജൻസി അല്ല, കേരളത്തിന് കിട്ടാനുണ്ടല്ലോ. നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് ലാപ്സാക്കി. നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കുറവുണ്ട് എങ്കിൽ ഭരണ മികവിനുള്ള ഏതെങ്കിലും അല്ലല്ല ഏതെങ്കിലും അല്ല. നിങ്ങൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ സംസാരിക്കരുത്. ഏതെങ്കിലും ഉള്ളതല്ല. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഓഡിറ്ററുകളാണ്, ഓഡിറ്റിങ്ങിനുള്ളതാണ്. അതിന് നിരവധി അതനുസരിച്ചിട്ടുള്ള കറസ്പോണ്ടൻസ്, ചെലവ് കണക്കുകൾ അത് യാഥാർത്ഥ്യമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു പേപ്പർ എന്നല്ല. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. കേരള സംസ്ഥാനത്തിലെ 6 കോർപ്പറേഷനുകൾക്കായിട്ട് 320 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ചെലവാക്കിയത് എത്ര നിങ്ങൾക്കറിയാമോ? ഇത് ചെലവാക്കിയത് വെറും 120 കോടി രൂപയാണ്. നോക്ക്, ഇവിടെ പ്രധാനമായും ഇന്ന് വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രി ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ ഹെഡറുകളിൽ ഞങ്ങൾക്ക് പണം കിട്ടാനുണ്ട്, അത് ഞങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിരോധമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത്. പിന്നെ ആരുടെ ഏജന്റ് ആയിട്ടല്ല കേട്ടോ, കേരളത്തിന്റെ ഏജന്റാണ്. കേരളത്തിന്റെ ഏജന്റാണ്. അക്കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആയിക്കോട്ടെ, നിങ്ങൾ കേരളത്തിൽ കേരളത്തിൽ ഉൾപ്പെടുന്നത് തന്നെ അല്ല. നിങ്ങൾ മാത്രമല്ല നികേഷ് കേരളത്തിലുള്ളത്, ഞങ്ങളും ഉള്ളതാണ്. ഞങ്ങളെ കൂടെ പൈസ എടുത്താണ് ഈ ദൂർത്തടിക്കുന്നത്. ഞങ്ങളുടെ പൈസ എടുത്താണ് ഈ അഴിമതി നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും പൊള്ളും. നിങ്ങൾക്ക് മാത്രമല്ല കേരളം. സംയമനത്തോടെ ഏതാണ് ധൂർത്ത് പറയൂ. ധൂർത്ത് എത്ര പറയൂ. ധൂർത്ത് ഒന്നൊന്നും എടുത്ത് പറയൂ. അല്ല പറയണ്ട. എത്ര കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്ന കേരളീയത്തിനും കണ്ണാടി വാങ്ങിയത്, സാരി വാങ്ങിയത്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. 2400 കോടിയുടെ വിമാനം വാങ്ങുന്നത് ധൂർത്താണോ? 6000 കോടിയുടെ പ്രതിമ നിർമ്മിക്കുന്നത് ധൂർത്താണോ? 18000 കോടിയുടെ ക്ഷേത്രം നിർമ്മിക്കുന്നത് ധൂർത്താണോ? നിങ്ങൾ ഇത് പ്രതിമ നിർമ്മിക്കുന്നത് ഒരു സംസ്ഥാന ഗവൺമെന്റ് പ്രതിമ നിർമ്മിക്കൽ അവരുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന റിട്ടേൺ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണോ? കണ്ണാടി സംസ്ഥാന ഗവൺമെന്റ് അല്ല, ഓരോ മന്ത്രിമാർക്ക് ഈ വിദേശത്ത് പോയി യൂറോപ്പ് യാത്ര ഇതിനൊക്കെ ആരെ ചെലവാ? മക്കളും മരുമക്കളും ചെറുകുട്ടികളും ഒക്കെ കൊണ്ടുപോയത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ വെറുതെ എന്തിന് പറയുന്നു? പ്രതിമ കൃഷി ആ സംസ്ഥാനങ്ങൾക്ക് വിദേശയാത്ര നടത്തിയിട്ടുള്ളത് സംസ്ഥാന മന്ത്രി ഏത് കാലഘട്ടത്തിലാണ്? കേരളത്തിലുള്ള സംസ്ഥാന മന്ത്രിമാര്, മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാര്, കേന്ദ്രത്തിലെ ഭരണകർത്താക്കൾ നടത്തുന്ന വിദേശയാത്രയുമായി താങ്കൾ ഈ മന്ത്രിമാരുടെ വിദേശയാത്രയെ താരതമ്യം ചെയ്യാൻ തയ്യാറുണ്ടോ? അല്ല, അതെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണല്ലോ. പിന്നെ ഒരുപാട് ചർച്ച ചെയ്യാണല്ലോ. കണക്ക് കൃത്യമായി കൊടുക്കുന്നില്ല എന്നതാണ് ജെ.ആർ. പത്മകുമാറിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. കണക്കല്ല, അനാവശ്യമായ സമീപനം ശരിയല്ല. ഇന്നലെ പറയൂ. മിനിഞ്ഞാന്ന് നമ്മുടെ ഫുഡ് മിനിസ്ട്രിയിൽ നമ്മുടെ ഭക്ഷ്യമന്ത്രിയും അനിൽകുമാറും ഞാനും
നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളിരുന്നു. ഞങ്ങൾ എല്ലാ കാര്യം 1 by 1 എടുത്ത് സെറ്റിൽ ചെയ്ത് വന്നപ്പോൾ അവസാനം എന്താ, നമ്മൾ കുട്ടനാട് ഉൾപ്പെടെ നെല്ലെടുത്തിട്ടുണ്ട്. ആ നെല്ലെടുത്ത് അരിയായി വിതരണം ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭാവനയുണ്ട് അതിൻ്റെ അകത്ത്. അത് ഏകദേശം 216 കോടി രൂപ വരും. ആ രൂപ കിട്ടിയിട്ടില്ല. നോക്കിയപ്പോൾ എന്താ, NIC, ഹൈദരാബാദിലെ NIC, അവർക്കാണ് തെറ്റുപറ്റിയത്. കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയാണ്, കമ്പ്യൂട്ടർ ഏജൻസിയാണ്. അവർക്ക് തെറ്റുപറ്റിയതാണ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച്. പക്ഷേ അത് റീഓപ്പൺ ചെയ്യണമെങ്കിൽ കേന്ദ്രമന്ത്രി തന്നെ വിചാരിക്കണം. ഇതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. നമ്മൾ ഓരോന്നിനും കണക്ക് കൊടുക്കുന്നുണ്ട്. കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് എവിടെയെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ സംസാരിക്കണം. അപ്പം അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ തലങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ തെറ്റുകൾ, അതാണ് മന്ത്രിതലത്തിലിരിക്കുമ്പോൾ പരിഹരിക്കപ്പെടണം. ഞാൻ ഏറ്റവും അവസാനം ഉണ്ടായ 2 ദിവസം മുമ്പ് നമ്മുടെ ഭക്ഷ്യമന്ത്രി വന്നതിന് ശേഷം ഉണ്ടായ ഞങ്ങൾ ചർച്ചയ്ക്ക് പോയപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അത് പരിശോധിച്ച്, ഇപ്പോൾ ഇത് GSTയുടെ കാര്യവും ഇത് നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞു. ഞാൻ PSC ചെയർമാനായിരുന്ന കാലത്തായി GST പാർലമെൻറ്റിൽ വരുന്നത്. അന്ന് ഞാൻ പ്രൈം മിനിസ്റ്റർ പരസ്യമായിട്ട് പറഞ്ഞു, ഇത് ശരിയായ മാർഗ്ഗമല്ല, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടണം, ഇത് ഫൈനാൻസ് ബില്ലായിട്ട് നിങ്ങളോടൊന്ന് പാസ്സാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇതിൻ്റെ പീരീഡ്, നഷ്ടപരിഹാരത്തിൻ്റെ പീരീഡ് 5 വർഷം ഇതിൻ്റെ കുറേ കൂടി കൂട്ടണമെന്നും. അതാണ് ഇത് ബാലഗോപാൽ പറഞ്ഞത്, മറ്റൊന്നും അല്ല പറഞ്ഞത്. അത് കൂട്ടിക്കിട്ടണം, ആ സമയം കുറച്ചുകൂടി കൂട്ടണം. നമുക്ക് കിട്ടേണ്ട ഇപ്പം മുഴുവൻ വരുമാനവും നികുതി പിരിവും കേന്ദ്രത്തിലേക്കല്ലേ പോകുന്നത്. മുമ്പത്തെ പഴയ കാലം പോലെയല്ലോ, സംസ്ഥാനം പിരിച്ചിട്ട് കേന്ദ്രത്തിന് കൊടുക്കലല്ലല്ലോ. അപ്പോൾ GST വന്നൊരു സിസ്റ്റം വന്നപ്പോൾ ആ സിസ്റ്റത്തിൽ ഒത്തിരി അപാകത വന്നു. 6 തട്ടിലുള്ള GST ആണ് ആദ്യം വരുന്നത്. അതിപ്പോൾ 2 തട്ടിലായിട്ട് മാറ്റി. നമുക്ക് കമ്പ്യൂട്ടറിൽ ചില പ്രശ്നങ്ങൾ വന്നു. ഇതിങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം വന്നപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ്റിൽ ആവശ്യപ്പെട്ട് പീരീഡ് ഒന്ന് കൂട്ടണം. 5 വർഷമായിട്ട് നമുക്ക് 6 വർഷമോ 7 വർഷമോ വേണമെന്ന് അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇത്തരം കാര്യങ്ങൾ പരിഹാരം വേണം. അതിന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളുമായി സഹകരിക്കണം. ഇത് കേരളത്തിൻ്റെ മാത്രം ആവശ്യമല്ല. പ്രധാനപ്പെട്ട എല്ലാ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സംസ്ഥാനങ്ങളും BJP ഇതര സംസ്ഥാനങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവരോടൊരു മമതയുണ്ട്. BJP സംസ്ഥാനങ്ങളോട് ചിറ്റമ നയമാണ്. ഇതിന് പരിഹാരമുണ്ടാക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനില്ലേ? അതാണ് ഞങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന നാളെ. ശരി, ദയവായി തുടരുക. ശ്രീ അനൂപ് VR, ഇന്നിപ്പോൾ മല്ലികാർജുൻ ഖാർഗെ പറയുന്നു കേരളവും കർണാടകവും നടത്തുന്ന സമരം ന്യായമാണ് എന്ന്. അതേസമയം തന്നെ ഇന്നിപ്പോൾ DK ശിവകുമാർ കേരളത്തിലുള്ള സമരത്തിന് പിന്തുണ നൽകുന്നു. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ നിന്ന് ആ നിലയിൽ നിന്നുള്ള പിന്തുണ കോൺഗ്രസിന് UDFന് നൽകാൻ കഴിയാതെ പോകുന്നത്? UDFന് ഈ സമരത്തോടുള്ള നയസമീപനത്തെക്കുറിച്ച് PK കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു നേതാവ് നിയമസഭയ്ക്കകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയനിലപാടുകളോട് ഞങ്ങൾക്ക് സമ്പൂർണ്ണമായി വിയോജിപ്പാണ്. കേന്ദ്രത്തെ സംബന്ധിച്ച് കുറച്ചു കാലമായി ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന നയസമീപനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ സമരം പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു മോറൽ ക്ലെയിം CPMനുണ്ടോ എന്നുള്ളതാണ്. കേരളത്തിലെ CPMനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവരെന്ത് ചെയ്യുകയായിരുന്നു? ഒരു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഞങ്ങൾ കേന്ദ്രവുമായി വലിയ പോരാട്ടത്തിലാണ് എന്ന് ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം എന്ന് പറയുന്നത് ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള രാഷ്ട്രീയമായ ഉദ്ദേശം നടത്തുന്നുണ്ടെങ്കിൽ നേരത്തെ സമരം പ്രഖ്യാപിച്ചത് കേരളമാണ്. അതിൻ്റെ തൊട്ട് തലേ ദിവസം കർണാടക ഇതേ ജന്തർ മന്ദറിൽ സമരം നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ലേ? അല്ല, കേരളത്തെ സംബന്ധിച്ച് കർണാടകമാകട്ടെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ ഗവൺമെൻറ്, അതുപോലെ ഈ പറയുന്ന മമതാ ബാനർജിയൊക്കെ മുൻകാലങ്ങളിൽ കേന്ദ്രത്തിനെതിരെ സ്വീകരിച്ചിരുന്ന ഒരു രാഷ്ട്രീയമായ സമീപനത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമായി എന്തെങ്കിലും പിണറായി വിജയൻ നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കർണാടകത്തിലെ ഗവൺമെൻറ് വന്നിട്ട് എത്ര നാളായി? പിണറായി വിജയൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ടേം, അതുപോലെ ഇപ്രാവശ്യവും അദ്ദേഹം സ്വീകരിച്ച ഒരു നയസമീപനം എന്ന് പറയുന്നത് BJP ഇതര സർക്കാരുകളിൽ മോഡിയുമായി ഏറ്റവും അടുത്ത സൗഹാർദ്ദം സ്ഥാപിച്ച ഒരാളല്ലേ. ഇപ്പോൾ KV തോമസ് മാഷി ചർച്ചയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ സ്വീകരിച്ചതിനെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. മറ്റ് മുഖ്യമന്ത്രിമാരെ പോലെയല്ല പിണറായി വിജയൻ, അദ്ദേഹം വളരെ മാതൃകാപരമായാണ് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് എന്ന് പറയുന്ന ഇത്ര കാലയളവിൽ ഈ പറയുന്ന 2 ടേമിലും
വളരെ കൃത്യമായി ഇത്തരം രാഷ്ട്രീയമായ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാത്ത നരേന്ദ്രമോദിയുമായി കൈകോർക്കാൻ സാധ്യമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ അത്ര ഊഷ്മളമായ ബന്ധം നിലനിർത്തിയിരുന്ന പിണറായി വിജയനെ പോലൊരാൾ LDFന്റെ ഗവൺമെൻറ് ഇലക്ഷൻ്റെ മുൻപേ എടുക്കുന്ന ഈ സമീപനം കർണാടകം എടുക്കുന്ന അല്ലെങ്കിൽ സ്റ്റാലിൻ എടുക്കുന്ന മമതാ ബാനർജി എടുക്കുന്ന നിലപാടുകളുമായി ചേർത്ത് വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നിലപാട്. കോൺഗ്രസ് ഈ സമരത്തിൻ്റെ ഈ പറയുന്ന സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഈ നയസമീപനങ്ങൾ, ഫെഡറൽ മൂല്യങ്ങൾക്ക് നിരക്കാത്ത നയസമീപനങ്ങൾ, സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങളെയൊന്നും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുള്ള അതായത് നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ 7.5 വർഷ കാലഘട്ടത്തിൽ വളരെ സൗഹാർദ്ദപരമായ നിലപാട് പിണറായി വിജയൻ എടുക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് തൊട്ട് മുൻപ് മാത്രം ഇപ്പോൾ സമരത്തിലേക്ക് പോയത് രാഷ്ട്രീയമായ മുതലെടുപ്പിനാണോ? മുഖ്യമന്ത്രി ഒരു ഭാഗത്തുണ്ട്, ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കൊച്ചിയിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോയ കാര്യം എന്തിനാ പ്രധാനമന്ത്രി വന്നത്? ഗെയിൽ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ. ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ കേന്ദ്രമന്ത്രിസഭയിലുള്ളപ്പോൾ 2 ഗെയിൽ പ്രോജക്റ്റുകളാണ് വന്നത്. ഒന്ന് ഗുജറാത്തിൽ, ഞങ്ങളൊക്കെ നിർബന്ധിച്ചിട്ട് കേരളത്തിൽ പൈപ്പിൽ. അതും 2 മുഖ്യമന്ത്രിമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് പിണറായി വിജയനാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് പ്രധാനമന്ത്രി വന്നത്. ഷിപ്പ്യാർഡിലെ 2 മേജർ പ്രോജക്റ്റുകൾ ഞാൻ കൂടി മന്ത്രിസഭയിലുള്ള സന്ദർഭത്തിൽ, ഞാൻ MP ആയിരുന്ന സന്ദർഭത്തിൽ പിണറായി വിജയൻ്റെ കൂടി സാന്നിധ്യത്തിൽ ആണ് ആ പ്രോജക്റ്റ് തുടങ്ങി വെച്ച് അത് പൂർത്തീകരിക്കപ്പെടുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ അനൂപ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ കഴിഞ്ഞ 7.5 വർഷക്കാലം പിണറായി വിജയൻ വളരെ സൗഹാർദ്ദപരമായ നിലപാടായിരുന്നു നരേന്ദ്രമോദിയോട്, അമിത്ഷായോട് സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴാണ് ഒരു സമരമാർഗത്തിലേക്ക് ആദ്യമായി കടക്കുന്നത്. ഇപ്പോൾ നവകേരള സദസ്സ് മുതൽ നമുക്ക് കേന്ദ്രത്തിന്റെ അവഗണനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരസ്യ പ്രകടനങ്ങൾ കാണാം. ഈ അവസാനം വന്നപ്പോ കൈപിടിച്ചു കുടിക്കുന്നതല്ല വിഷയം. അത് വ്യത്യസ്ത അല്ലല്ല, അത് ശരിയല്ല. ഈ പറയുന്നത് ആരോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല. ഒരു മുഖ്യമന്ത്രിയും ഒരു പ്രധാനമന്ത്രിയും ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാടെടുക്കുക. ആ നിലപാട് പിണറായി വിജയൻ എപ്പോഴും എടുത്തിട്ടുണ്ട്. ആ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ശ്വാസം മുട്ടുവാണ്, സാമ്പത്തികമായൊരു ശ്വാസം മുട്ടൽ നിൽക്കുവാണ്. ഇതുപോലൊരു ശ്വാസം മുട്ടൽ കേരളം അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ മാത്രം പ്രശ്നമല്ല, BJP എതിരെ സംസ്ഥാനങ്ങളുടെ മൊത്തം പ്രശ്നമാണ്. ആ പ്രശ്നം ആദ്യം എടുത്തത് പിന്നെ കേരളമാണ്. മാത്രം 2 വർഷം മുമ്പ് ഇതേ ഇഷ്യൂ തന്നെ പിണറായി വിജയൻ ജനങ്ങളുടെ മധ്യത്തിലും സർക്കാരിൻ്റെ മധ്യത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ മധ്യത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിന് കിട്ടേണ്ട സഹായങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായി നടത്തിയ ഇപ്പോൾ ഒരു സമയം വന്നിരിക്കുന്നു. നമ്മളാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷം സഹകരിച്ചില്ല. നമ്മൾ മുന്നോട്ട് പോയി. നമ്മളോടൊപ്പം കർണാടക വന്നിരിക്കുന്നു. ഇന്നത്തെ യോഗത്തിലെ ഏറ്റവും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ ആവശ്യം, കേരളത്തിലെ ആവശ്യം ശരിയാണ് എന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതെ അനൂപ്, അക്കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തതയായോ? പ്രൊഫസർ KV തോമസ് പറഞ്ഞപ്പോൾ നോക്കൂ, ഒന്നാം മോദി സർക്കാർ കാണിക്കാത്ത പല കാര്യങ്ങളും 2ാം മോദി സർക്കാർ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ഗവർണർമാരെ അഴിച്ചുവിടുന്ന കാര്യത്തിനായാലും, സാമ്പത്തികമായ ഞെരുക്കുന്ന കാര്യത്തിനായാലും, ഈ പറയുന്ന കുതിരക്കച്ചവടം നടത്തുന്ന കാര്യത്തിനായാലും, ഇപ്പോൾ ചണ്ഡീഗഡിൽ കണ്ടിട്ടുള്ളത് പരസ്യമായി തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അനൂപൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ കേന്ദ്രവുമായി സംസ്ഥാനം കുറേശ്ശെ സമാധാനത്തിൽ പോകാൻ ശ്രമിക്കും, രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും. എന്നാൽ ഞെരുക്കുന്ന ഘട്ടം വരുമ്പോൾ കേരളമാണ് ആദ്യമായി സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഹർജിയുമായി പോയത്. കേരളമാണ് ആദ്യമായി ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ച് അവിടെ ജന്തർ മന്ദറിൽ വേദിയൊരുക്കിയത്. അതിൻ്റെ തൊട്ട് തലേ ദിവസം വെച്ചാണ് കർണാടകം ആ വേദി കൈയടക്കുന്നത്. നോക്കൂ, അപ്പോൾ ഇത് കേരളമാണ് മാതൃകയാകുന്നത് എന്നുള്ളതല്ലേ നമുക്കതിൽ കൂടുതൽ തെളിഞ്ഞു വരുന്നത്? ഞാനതിലേക്ക് വരാം. ഇപ്പോൾ KV തോമസ് മാഷിനെ പോലൊരാളുടെ രാഷ്ട്രീയവും ഭരണപരവുമായ അനുഭവ സമ്പത്തിനെ കുറിച്ച് നമുക്ക് ആർക്കും തർക്കമുണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ KV തോമസ് മാഷ് പോലും ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് വയ്ക്കുമ്പോൾ ഇവിടെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ കോൺഗ്രസിൽ
KV തോമസ് നിന്ന സമയത്ത് KV തോമസ് മാസ്റ്ററെ പോലെ സീനിയർ ആയ ഒരു നേതാവിനെ അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഏജന്റ് ആണെന്ന് പറഞ്ഞിരുന്നത് ആരാ? ഇവിടുത്തെ LDF അല്ലേ? ഇപ്പോൾ പോലും KV തോമസ് മാഷാണ് LK അദ്വാനിയെ അഭിനന്ദിച്ചുകൊണ്ട് ആദ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ്. അങ്ങനെ ഈ BJPയുമായി വളരെ അടുത്ത ബന്ധമുണ്ടാക്കാൻ, സൗഹൃദമുണ്ടാക്കാൻ ഒരു പാലമായി തോമസ് മാഷെ പോലുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഒരു നിലയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തോമസ് മാഷ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയുമോ? അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് ഈ പറയുന്ന LDFന്റെ ആളുകൾ അദ്ദേഹം എറണാകുളത്ത് നടത്തിയ ഒരു പ്രസംഗത്തെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞത് കോൺഗ്രസ്സുകാരനായ KV തോമസ് സംഘപരിവാറിന്റെ ഏജന്റാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അനൂപിന് സാധിക്കുന്ന കാര്യങ്ങളിലേക്ക് അനൂപ് എത്തൂ. അതായത് അനൂപിനോട് ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഈ കാര്യത്തിലൊരു മാതൃക ആരാണ് എടുത്തത് എന്നുള്ളതാണ്. അവിടെ KV തോമസ് അപ്രസക്തമാണ്. KV തോമസിൻ്റെ ഭരണപരിചയം സ്വാഭാവികമായും കേരളം മുതലെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ കൂടെയല്ലേ ആ കാര്യത്തിൽ, കേരളത്തിൻ്റെ ആവശ്യമല്ലേ KV തോമസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണപരമായ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താൻ കഴിയുക എന്നുള്ളത്. എൻ്റെ ചോദ്യം മാതൃകാപരമായി ആരാണ് ആദ്യം ഇടപെട്ടത് എന്നുള്ളതാണ്. അല്ല, ഈ പറയുന്ന ഞാൻ വളരെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചല്ലോ, ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തോട് ഈ സമരം ഉയർത്തുന്ന കാര്യങ്ങളോട് വിയോജിപ്പിന്റെ പ്രശ്നമൊന്നുമില്ല. അത് തെരഞ്ഞെടുത്ത സമയം, അതിന്റെ രാഷ്ട്രീയം, നിങ്ങളൊരു അജണ്ട പ്രഖ്യാപിക്കുകയാണ്. താല്പര്യമുള്ള ശ്രീ JR പത്മകുമാർ, ഒന്ന് 17 ലാളനയും മറ്റിടങ്ങളിൽ പീഡനവും, അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത് സംസ്ഥാന നിയമസഭകളെ നോക്കുകുത്തികളാക്കുന്ന സാമ്രാജ്യത്വകാലത്തെ റെസിഡന്റുമാരെ പോലെ പെരുമാറുന്നു ഗവർണർമാർ. നിയമസഭ അംഗീകരിച്ച ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെയും വഴിയിൽ കുത്തിയിരിപ്പ് നടത്തിയുള്ള ഗവർണറുടെ പ്രവർത്തനങ്ങൾക്കാണ് കേരളം വേദിയാകുന്നതെന്നാണ്. അങ്ങനെ ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ മാത്രമല്ല, ഫെഡറൽ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന ഒരു സർക്കാരായി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആകെ വിമർശിക്കുന്ന ആദ്യത്തെ കേന്ദ്ര സർക്കാർ മോദി രണ്ടാം സർക്കാരാണ് എന്നുള്ള പ്രശ്നം നിങ്ങളുടെ ചെവിയിലും വന്ന് പതിക്കുന്നില്ലേ? ഇതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ഒരു നിലപാടും അല്ലാത്തത് മറ്റതും എന്നുള്ളത് അത് തന്നെ തെറ്റായ ഒരു പ്രചരണമാണ്. നിങ്ങൾ ആ റവന്യൂ ഡെഫിസിറ്റ് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. 14 സംസ്ഥാനങ്ങൾക്ക് കൊടുത്തപ്പോൾ BJP ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങൾ കൊടുത്തു, ഏറ്റവും കൂടുതൽ കൊടുത്തത് ഏത് സംസ്ഥാനത്തിനാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. ബാക്കി ഓരോ സമയത്തും ഉണ്ടാകുന്ന കാര്യങ്ങൾ, പിന്നെ ഈ ഫണ്ട് കൊടുക്കുന്ന ഈ ടാക്സിൻ്റെ ഡിവല്യൂഷനും മറ്റ് ഗ്രാൻറ്റും ഇതൊക്കെ കൊടുക്കുന്നത് ഒരു മോഡിയോ അല്ലെങ്കിൽ ഏതൊരു മന്ത്രിയല്ലല്ലോ, അവരെ പേഴ്സണൽ അല്ലല്ലോ. ഇത് കൊടുക്കുന്നതിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ആണ് തീരുമാനിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും ടാക്സ് വിഹിതവും ഒക്കെ നേരത്തെ തന്നെ അറിയാൻ കഴിയും. ഇതൊക്കെ ഒരു വ്യവസ്ഥാപിതമായ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു വ്യവസ്ഥയുണ്ട്, അതനുസരിച്ച് കൊടുക്കും. ആരോടെങ്കിലും സ്നേഹം ഉണ്ടായാൽ കൂടുതൽ കൊടുക്കും എന്ന് ധാരണയുണ്ട്, തെറ്റാണ്. അതാണ് ഇപ്പോൾ നേരത്തെ അനൂപ് പറഞ്ഞൊരു കാര്യം. തോമസ് മാഷ് അവിടെ BJP ആയിട്ട് മോഡിയായിട്ട് നല്ല പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ വച്ചാൽ കൂടുതൽ ആനുകൂല്യം കിട്ടുമെന്നൊരു ധാരണ ഒരുപക്ഷെ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായിരുന്നായിരിക്കാം. അപ്പോൾ അത് അപ്രായോഗികമാണ്, അതിനൊരു പ്രസക്തിയില്ലാന്ന് മനസ്സിലായല്ലോ. നിയമം അനുസരിച്ച് പരിചയം ഉണ്ടായാലും ഇല്ലായാലും നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ ഗവർണറുടെ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരം കിട്ടിയാൽ പിന്നെ അവരാണ് എല്ലാം അവരെ കയ്യിലാണ്. മറ്റാർക്കും ഇതിനകത്ത് ഒരു ഇടപെടാൻ കഴിയില്ല. ഭരണഘടനാ വ്യവസ്ഥകൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളത്. ഭരണഘടനയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഭരണഘടനയുടെ ഒരു ആർട്ടിക്കിളിലാണ് നമ്മുടെ ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഭരണഘടനാപരമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഗവർണർക്ക് എന്തൊക്കെ പവറുകളുണ്ട്, അധികാരങ്ങളുണ്ട്, അദ്ദേഹത്തിന് എന്തൊക്കെ ഡിസ്ക്രിപ്ഷനുണ്ട്, ഇതൊക്കെ ഭരണഘടനയിലുണ്ട്. അത് അംഗീകരിക്കാനും അത് വകവച്ചു കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥ വേണം. ഞങ്ങളാണ് എലക്റ്റഡ് ആളുകളാണ്, അതുകൊണ്ട് ഭരണഘടനയിൽ പറയുന്ന മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ ബാധകമല്ല എന്ന് പറയുന്നതാണ് ഇവിടെ പ്രശ്നമുണ്ടാകാൻ കാരണം. ഒരു ഗവർണറെ ഇവിടെ നമുക്കറിയാമല്ലോ ഇരട്ട നീതി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ജില്ലാ സെക്രട്ടറിയുടെ മകൻ കാണിച്ച കോപ്രായങ്ങൾ നമ്മൾ കണ്ടല്ലോ. അപ്പം 2 രീതി നടപ്പിലാക്കുമ്പോഴാണ് അത് നേരിട്ട് പ്രതികരിക്കേണ്ടതായി വരുന്നത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കേണ്ട ചുമതല സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അവിടെയാണ് പരാജയപ്പെടുന്നത്. അതല്ലാതെ നിയമവും നീതിയും അനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണം, ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
പ്രൊഫസർ കെ വി തോമസ്, നോക്കൂ, താങ്കളുമായിട്ടുള്ള ഒരു സൗഹൃദം, താങ്കൾക്ക് ബി ജെ പിയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ താങ്കളെ കേരളത്തിൻ്റെ പ്രതിനിധിയാക്കിയത്? അനൂപും ഇപ്പോൾ ജെ ആർ പത്മകുമാറും അത് ഉന്നയിച്ചതുകൊണ്ട് താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അനു പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അല്ല, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഭാഗത്ത് വ്യക്തിബന്ധമുണ്ട്, മറുഭാഗത്ത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പോൾ എനിക്ക് അദ്വാനിയെ എനിക്ക് വളരെ വർഷക്കാരറിയാം. ഞാൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ്. ഇന്ന് കുമ്പളങ്ങി എന്ന് പറയുന്ന മാതൃകാ ടൂറിസം ഗ്രാമം ആ നിലയിൽ വളർത്തിയെടുക്കുക അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് എനിക്ക് 2001 മുതൽ അറിയാം. ഞാൻ കേരളത്തിൽ ഫിഷറീസ് മന്ത്രിയായിരുന്ന കാലത്ത് ധാരാളം സ്ത്രീകൾ ഗുജറാത്തിൽ പോയിരുന്നു. അത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് ഞാൻ കേന്ദ്രത്തിൽ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ആണ് ഈ ഭക്ഷ്യധാന്യങ്ങളെ വില നിർണ്ണയിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ, അതിൽ മെമ്പറാണ്. പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ഞാൻ PSC ചെയർമാനായി. ആ വ്യക്തിബന്ധങ്ങൾ നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായുള്ള കാഴ്ചപ്പാട് മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മൾ യുദ്ധത്തിനല്ല വന്നിരിക്കുന്നത്. നമുക്ക് ഭരണഘടനാപരമായ ചില അവകാശങ്ങളുണ്ട്, ഫെഡറൽ സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തെ തകർക്കരുത് എന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തിന് കിട്ടേണ്ട ന്യായമായ ഭരണഘടനാപരമായ, ഇപ്പോൾ GST ആണെങ്കിൽ GSTയുടെ ചില ചട്ടങ്ങളും സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു. ഞാൻ അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിൽ നെല്ലെടുത്താൽ, ഞാൻ ഭക്ഷ്യമന്ത്രിയായിരുന്നയാളല്ലേ, നെല്ലെടുത്താൽ അതിന് ഇത്ര ശതമാനം അതിൻ്റെ ചിലവിൻ്റെ കേന്ദ്രം കൊടുക്കും. ആ കേരളത്തിന് 216 കോടി രൂപ കിട്ടണം. ആരുടെ തെറ്റുകൊണ്ടാണ്? കേരളത്തിൻ്റെ തെറ്റുകൊണ്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് NIC ഹൈദരാബാദിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പാളിപ്പോയി. ഇനി അത് റീഓപ്പൺ ചെയ്യണമെങ്കിൽ മന്ത്രി വിചാരിക്കണം. ഇതുപോലെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ ഉദ്ദേശം ഡൽഹിയിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ഈ ചർച്ച ചെയ്യപ്പെട്ടതിലൂടെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് തിരുത്തണം. തെറ്റ് പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് അത് തിരുത്താൻ ഈ ഗവൺമെൻറ് തയ്യാറാവണം. നരേന്ദ്രമോദി ഗവൺമെൻറ് അതിനുള്ള നല്ല ജനാധിപത്യം, അല്ലാതെ ആയുധം കയ്യിലെടുക്കലല്ലോ. ജനാധിപത്യ മാർഗങ്ങളിലൊന്നാണ് ഇത്തരം സമരങ്ങൾ. ശാന്തമായ സമാധാനപൂർണ്ണമായ സമരമാണ് ഈ ചെയ്യുന്നത്. അത് ഗവൺമെന്റിന്റെ കണ്ണു തുറക്കും. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് BJP സർക്കാരുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ ഒരു കോൺഗ്രസ്സുകാരൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ അതല്ലല്ലോ, നമ്മൾ കേരളത്തിൻ്റെ കുറേ കാര്യങ്ങൾ നടക്കാൻ നയിക്കുന്നത് പിണറായി വിജയൻ നയിക്കുന്ന LDF ഗവൺമെൻറ്റാണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP ഗവൺമെൻറ്റാണ്, നരേന്ദ്രമോദിയാണ്. അതൊക്കെ ഗവൺമെൻറ്റുകൾ തമ്മിലാണ്. അതിൽ എനിക്ക് ഈ 10-40 വർഷക്കാലത്ത് ഡൽഹിയിലെ ബന്ധം, ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധം, ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ്. എൻ്റെ കീഴിലിരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തിയ നമുക്കെങ്ങനെ കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും ഒന്ന് ശ്രമമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അമിതമായ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം. രാഷ്ട്രീയമായി കാണണം. BJPക്ക് BJP രാഷ്ട്രീയമുണ്ട്, CPMൻ്റെ രാഷ്ട്രീയമുണ്ട്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമുണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭരണപരമായി ലഭിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ രാഷ്ട്രീയം കൊണ്ടുപോകും. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് കേരളത്തിന്റെ സമരമായി ഇതിനെ മാറ്റാൻ കഴിയുമായിരുന്നില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നില്ല എങ്കിൽ, നേരത്തെ അനൂപ് ചൂണ്ടിക്കാണിച്ചതുപോലെ, ഇത് BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് വിവേചനം നമ്മൾ എക്കാലത്തും ആക്ഷേപം ഉന്നയിച്ചിരുന്നല്ലോ. ഒന്നാം പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത് അത് അത്ര കണ്ടുണ്ടായിരുന്നില്ല. നേരത്തെ ഇവിടെ ശ്രീ JR പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റായി വലിയ തുക ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കിറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകാൻ സാധിച്ചിട്ടുള്ളത്, 2021 പിണറായി വിജയന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നതാണ് വിലയിരുത്തൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് രണ്ടാം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ഈ അവസാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വലിയ ഞെരുക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരത്തെ അത് ഉന്നയിക്കുകയും നേരത്തെ അതൊരു സമരമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പ്രതിപക്ഷത്തെ കൂടി സമരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നില്ലേ? ഇല്ല, കേരളത്തിലെ പ്രതിപക്ഷമല്ലേ വരാതിരിക്കുന്നുണ്ടോ? ദേശീയ തലത്തിലുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇപ്പോൾ കേജ്രിവാൾ സഹകരിക്കുന്നുണ്ട്, ഫറൂഖ് അബ്ദുള്ള സഹകരിക്കുന്നുണ്ട്, സ്റ്റാലിൻ സഹകരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, രാജ്യം ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ സഹകരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ വന്നു? ശ്വാസം മുട്ടിക്കുക. നമ്മൾ ചെല്ലം വെള്ളത്തിൽ മുക്കില്ലേ, വെള്ളത്തിൽ മുക്കിയിട്ട് അവസാന ശ്വാസം വരെ വരുന്ന പോലെ. ഇത് വളരെ വിശദമായിട്ട് ബാലഗോപാൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ നോട്ട് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും.
ഇത് ഇത് രാഷ്ട്രീയ പ്രേരിതമായി പറയുന്നതല്ല. ഇത് നമുക്ക് കിട്ടണം. നമുക്ക് ഈ സംസ്ഥാനം മുന്നോട്ട് കൊണ്ട് ഞാൻ എയിംസ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്. ഈ എയിംസിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തതാണ്. മുഖ്യമന്ത്രിയുടെ കത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഒരു ജില്ല സ്പെസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. കോഴിക്കോട് ജില്ല സ്പെസിഫൈ ചെയ്തു. 200 ഏക്കർ സ്ഥലം കൊടുത്തു. നടക്കുന്നില്ല. എന്താ അത് ആരുടെ കഴിവ്? അതുപോലെ ഇപ്പോൾ കെയറെയിലിൻ്റെ കാര്യം. കെയറെയിൽ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് സ്ഥാപനമല്ല, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് സംയുക്ത സ്ഥാപനമാണ്. അതിൻ്റെ MD വെച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിന് നമ്മൾ പ്രപ്പോസൽ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു. ആ പ്രോജക്റ്റ് റിപ്പോർട്ട് പഠിച്ചിട്ട് മറുപടി പറയണ്ടേ? ഇതിനിടയിൽ പല കൊറീസ് വന്നപ്പോൾ നമ്മൾ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഞാനതെല്ലാം കാണിച്ചുകൊണ്ട് ഇന്നലെ കത്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് റെയിൽവേ മന്ത്രി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കേരളത്തോട് ചോദിക്കുക. കേരളത്തിലെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അന്ന് അവർ മറുപടി പറയണ്ടേ ഈ കാര്യത്തിലൊക്കെ? അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു സെമി ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം. ഇത്തരം കാര്യങ്ങളിലൊക്കെ മനഃപൂർവ്വം രാഷ്ട്രീയ പ്രേരിതമായി കേരളത്തെ പുറംകാലുകൊണ്ട് ചവിട്ടരുത്. നോക്കൂ, കേന്ദ്ര റെയിൽവേ മന്ത്രി കേരളം തന്നെ ആ ആശയം ഉപേക്ഷിച്ചതാണല്ലോ എന്ന മട്ടിലാണ് മറുപടി പറയുന്നത്. ഒന്ന്. രണ്ട്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ പറയുന്നത് ആര് വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾ തന്നെയാണത് മുടക്കിയത് എന്ന്. ഇടയ്ക്ക് ഈ ശ്രീധരനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചില പുതിയ പ്രപ്പോസലുകളെ കുറിച്ചൊക്കെ താങ്കളടക്കം സംസാരിച്ചിരുന്നു, ഈ ശ്രീധരനും സംസാരിച്ചിരുന്നു. ഇപ്പോൾ അത് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളാണ് മുടക്കിയത് എന്ന് മുടക്കിയവർ തന്നെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഏതാണ്ട് ചാപിള്ളയായി കഴിഞ്ഞു എന്നല്ലേ കാണേണ്ടത്? അതിനോടാണ് ആ കാഴ്ചപ്പാടിനോട് എതിർക്കുന്നത്. കേരളത്തിലെ ഒരു ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റമാണ് ജനങ്ങൾ അംഗീകരിച്ചല്ലോ. വന്ദേ ഭാരത് വന്നപ്പോൾ അതിന് കിട്ടിയ സ്വീകരണം അംഗീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ട ഇപ്പോൾ പോകുന്ന 100 കിലോമീറ്ററാണുള്ളൂ. അതും റെഗുലറായിട്ട് ഓടുന്ന വണ്ടികളൊക്കെ പിടിച്ചിട്ടിട്ടാണ് ഇപ്പോൾ ഈ 100 കിലോമീറ്ററിൽ പോകുന്നത്. നമുക്ക് വേണ്ട 300 കിലോമീറ്ററിൻ്റെ ഒരു റെയിൽവേ ഹൈസ്പീഡ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വന്നു കഴിഞ്ഞു. നമുക്കും വേണം. അവരെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു. ആ സന്ദർഭത്തിലാണ് ചില സൂചനകൾ ഉണ്ടായതുകൊണ്ട് പോയി ശ്രീധരനെ പോയി കണ്ടത്. ഞാൻ മുഖ്യമന്ത്രി ചോദിച്ചിട്ടാണ് ശ്രീധരനെ പോയി കണ്ടത്. കേരളയിലെ ഉദ്യോഗസ്ഥന്മാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തുറന്ന മനസ്സാണുള്ളത്. നമ്മുടെ കൊടുത്ത റിപ്പോർട്ട് അതിനൊരു മറുപടി തന്നാലേ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം യാഥാർത്ഥ്യമുള്ളപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി 4 പ്രാവശ്യം പ്രൈം മിനിസ്റ്റർക്ക് കത്ത് കൊടുത്തിട്ട് 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം റെയിൽവേ മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു മറുപടിയില്ല എന്ന് മാത്രം വളരെ നെഗറ്റീവായി അങ്ങോട്ട് എടുക്കാവോ? അത് ശരിയാണോ? ശ്രീ JR പത്മകുമാർ, ആരോട് ചോദിച്ചിട്ടാണ് ഈ റെയിൽവേ മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, കേരളം അത് ഉപേക്ഷിച്ചതാണല്ലോ എന്ന്? അങ്ങനെയല്ല, മാഷ് പറഞ്ഞതിലൊരു തെറ്റുണ്ട്. കേരയിൽ കേന്ദ്ര സംസ്ഥാന സംരംഭമാണ്. അത് കേരയിൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കി കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടി കുറിച്ച് ചർച്ച ചെയ്യണം. പക്ഷേ ഈ സിൽവർ ലൈൻ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രം നടക്കുന്ന ഒരു പദ്ധതിയാണ്. ആ സിൽവർ ലൈനെയാണ് എതിർക്കുന്നത്. കേരളയിൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ അല്ല എതിർക്കുന്നത്. അല്ല, അത് തന്നെ, അതാണ് ഫീസിബിൾ അല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയെ കേന്ദ്ര ഗവൺമെന്റിനെ എതിർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കേരളം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സംരംഭമാണ്. കേരളത്തിന്റെ അല്ല ഞാൻ അത് പറഞ്ഞോട്ടെ. അല്ല, അദ്ദേഹം പറഞ്ഞതിലെ തെറ്റിദ്ധാരണ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിൽവർ ലൈൻ കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അത് ഫീസിബിൾ അല്ല. റെയിൽവേ വികസനത്തിന് അത് ബാധിക്കും. എന്താ പ്രൊഫസർ KV തോമസ് പറഞ്ഞോ, മാഷ് പറഞ്ഞോ. ഞാൻ പറഞ്ഞത് അദ്ദേഹം ശരി തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. കേരയിൽ എന്ന് പറയുന്ന കോർപ്പറേഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയുക്ത കോർപ്പറേഷനാണ്. അതാണ് ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താ കേന്ദ്രത്തിൻ്റെ സമീപനം? കേരളയിൽ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് അത് കേരളത്തിൻ്റെ പ്രോജക്റ്റാണ് സിൽവർ ലൈൻ. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറയട്ടെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഞങ്ങൾ പറയുന്നത് ഈ കൊടുത്ത റിപ്പോർട്ട് അറിയിച്ചിട്ടുണ്ടല്ലോ. റിപ്പോർട്ടർ തിരിച്ചയക്കട്ടെ. ആരറിയിച്ചു? ഒരാളെ പോലും ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. വാക്കാലല്ലോ. അല്ല, അതൊരു ശരിയല്ല. നമ്മുടെ റെയിൽവേ മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തന്നിട്ടില്ല ആർക്കും. കൊടുത്തിട്ടുണ്ട്. ഒരു കോപ്പി
അല്ല, അത് റെയിൽവേക്ക് feasible, അത് ആ project feasible അല്ല, അല്ല. ജെ.ആർ. പത്മകുമാർ, റെയിൽവേയുടെ കെ.വി. ഭാവി തോമസ് ഇത്രേ വികസനത്തെ പറയുന്നുള്ളൂ കേരളത്തിലെ എങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ നമുക്ക് ഭാവി- അനുമാനിക്കാൻ കഴിയുന്ന കാര്യമുണ്ട് ശ്രീ ജെ.ആർ. പത്മകുമാർ. അതായത് കേരളം നേരത്തെ കൊടുത്ത ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ല. അത് താങ്കൾ പറയുന്ന പോലെ അത് ഫീസിബിൾ അല്ല എങ്കിൽ അത് എഴുതി തന്നാൽ നമുക്ക് ഇവിടെ നമ്മുടെ നമുക്ക് പുതിയ അല്ല, project എത്ര നമ്മുടെ പ്രാവശ്യം കയ്യിൽ അത് റെഡിയാണ്. കൊടുത്തു? ആ പുതിയ പ്രോജക്റ്റ് എത്ര പ്രാവശ്യം റിപ്പോർട്ട് കൊടുത്ത് ഫീസിബിൾ അല്ല, നിങ്ങൾ വേറെ പ്രോജക്റ്റ് കൊടുക്കണം. അല്ല വേറെ പ്രോജക്റ്റ് കൊടുക്കണം. കഴിഞ്ഞ ദിവസമല്ലേ റെയിൽവേയുടെ വകുപ്പ് നമ്മുടെ മദ്രാസിൽ നിന്ന് ഇവിടെ വന്ന ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ട് പോയത്. ഇവർ കൊടുത്തിട്ടുള്ള ഫീസിബിൾ അല്ല. രണ്ടും അത് മാത്രമല്ല, 690 കിലോമീറ്റർ ഏകദേശത്തിൽ 400 കിലോമീറ്ററോളം ഈ വലിയ മതിൽ പോലെ കെട്ടിപ്പൊക്കി അത് ഈ നമ്മുടെ വലിയ പ്രകൃതി ദുരന്തത്തിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് അതിനെ സംബന്ധിച്ച്. അത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പീഡ് റെയിൽവേ വേണം. അതിന് ഇപ്പം തന്നെ 39ഓളം കർവുകൾ മാറ്റിയെടുത്താൽ അതിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നില്ല. 39 കർവുകൾ മാറ്റിയാൽ തന്നെ ഈ ഇദ്ദേഹം പറയുന്ന ഈ നിലവിലെ അതിനൊക്കെ മറുപടി ഉണ്ടാവും അല്ലേ? തീർച്ചയായും ഞാൻ വേറെ പറഞ്ഞോട്ടെ. നേരത്തെ നടന്ന ചർച്ചയില് ഒരു മിനിറ്റ് അല്ല, അതിന് നോക്കൂ, അത് റിജക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി കേരളം കാത്തു നിൽക്കുകയാണോ എന്ന് സംശയം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞോളൂ. അത് തന്നെ നമുക്ക് റിജക്ട് ചെയ്ത് കിട്ടിയാൽ മതി. അതാ ചോദിക്കുന്നത്. എന്താണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട്? റെയിൽവേ മിനിസ്ട്രി നമ്മുടെ സദേൺ റെയിൽവേ കത്തയച്ചിട്ടുണ്ട് നമ്മുടെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അഭിപ്രായം പറയാൻ. പക്ഷേ നമുക്ക് മറുപടി വരണ്ടേ? ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു, ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ റെയിൽവേക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് പത്മകുമാർ പറഞ്ഞാൽ പോരല്ലോ. ഒഫീഷ്യലായിട്ട് റെയിൽവേ മിനിസ്ട്രിയോ സദേൺ റെയിൽവേയോ പാർലമെന്റിലെ ഒരു മറുപടി, അങ്ങനെ ഒരു മറുപടി, ഇത് മറുപടി എന്നെ കാണിച്ചാൽ ഞാനിതെല്ലാം അവസാനിപ്പിക്കും. ഒരു മറുപടി അല്ല, ഒരു മറുപടി പാർലമെന്റിൽ പറഞ്ഞ മറുപടിയുടെ ഇത് ഉപേക്ഷിച്ചിരിക്കുന്നു, ഇത് ഞങ്ങൾ റിജക്ട് ചെയ്തിരിക്കുന്നു, ഒരു മറുപടി കിട്ടട്ടെ. ആ മറുപടി പാർലമെന്റ് വരുമല്ലോ. ഇതിനെ സംബന്ധിച്ച് ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ സിൽവർ റെയിലുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവരതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ക്യാപ്റ്റൻ അബയൻസ് എന്നുള്ള നിലയിലിരിക്കുന്നത്. അത് പത്മകുമാർ, ഞാൻ എല്ലാ റെസ്പെക്റ്റോടുകൂടി പറയുന്നു. കാരണം നിങ്ങൾക്കൊക്കെ കുറേ കാര്യങ്ങൾ സഹായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് ശരിയല്ല. നമ്മുടെ റെയിൽവേ മന്ത്രി ഇനി കേരളം ഇത് വിട്ടുകഴിഞ്ഞു. കേരളം എന്നാ വിട്ടത്? കേരളം ഉപേക്ഷിച്ച പദ്ധതി എന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് ഇതെല്ലാം കാണിച്ച് വളരെ വിശദമായി കത്ത് കൊടുത്തു. പത്മകുമാറിന് ഉപയോഗിക്കാവുന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു വിരോധമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇത് ചെന്നിത്താണ്ട പാടില്ല. റെയിലിൻ്റെ ആണ് പ്രോജക്റ്റ്, സിൽവർ ലൈനാണ് ആ പ്രോജക്റ്റ്. അത് കൊടുത്തിട്ടുണ്ട്, DPR കൊടുത്തിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഇത് തിരിച്ചയക്കണം. ഇത് ചെയ്യാതെ കേരളം ഉപേക്ഷിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങൾ വിട്ടുപോകരുത്. കേരളം ഉപേക്ഷിച്ചിട്ടില്ല. നോക്കൂ ശ്രീ അനൂപ്, ഇതുപോലെ ഒരു മിനിറ്റ് ശ്രീ ജെ.ആർ. പത്മകുമാർ, പ്രൊജക്ട് ബേസ്ഡ് ആണ്. നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. AMS നമ്മുടെ ദീർഘകാല ആവശ്യമാണ്. ഈ ബജറ്റിലും അതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, കേരളം എന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പോലും ആ ബജറ്റിലില്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിൽവർ ലൈൻ എന്നുള്ളത് ആവശ്യമാണ്. നോക്കൂ, BJP ഒരു ശതമാനം ഒന്ന് വഴങ്ങുമെങ്കിൽ പറഞ്ഞോളൂ സാർ. ഒന്ന് വഴങ്ങുമെങ്കിൽ അനൂപ്, അല്ല, ഈ എയിംസിന്റെ കാര്യം മാഷ് പറയുന്നുണ്ട്. ഇവിടെ UDF ഗവൺമെന്റ് ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഇപ്പോഴത്തെ BJPയുടെ പ്രസിഡന്റ് നദ്ദ, JB നദ്ദ, ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒന്നാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം പാർലമെന്റിൽ പറഞ്ഞതാണ്, നിങ്ങളൊരു സ്ഥലം ഫിക്സ് ചെയ്ത് തരൂ. അന്ന് ഈ UDFകാരെല്ലാവരും കൂടി ഈ മലപ്പുറത്ത് കൊണ്ടുപോകണമെന്നും കോഴിക്കോട് കൊണ്ടുപോകണമെന്നും കോട്ടയത്ത് കൊണ്ടുപോകണമെന്നും തിരുവനന്തപുരത്ത് എല്ലാ ആളുകളും കൂടി നെട്ടശ്ശേരിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നടക്കാതെ പോയത്. അതിനുശേഷം പോലും ഒരു ഫീസിബിളായിട്ടുള്ളൊരു സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല, പ്രപ്പോസ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. പരസ്പരം തർക്കമായിരുന്നു. അതുകൊണ്ടാണ് അത് നശിച്ചു പോയത്. യെസ്, പറഞ്ഞോളൂ അനൂപ്. എന്നോട്
ചോദ്യം അല്ല, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് താങ്കൾ പ്രൊജക്ട് ചോദിച്ചില്ല. ബേസ്ഡ് ആണ്. അത് AMS ആയിക്കൊള്ളട്ടെ, സിൽവർ ലൈൻ ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ കേരളത്തിൻ്റെ ആവശ്യങ്ങളാണ്. നമ്മൾ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ആവശ്യങ്ങൾ അത് വോയിസ് ചെയ്യപ്പെടണ്ടേ? അത് കേന്ദ്രം കേൾക്കുന്ന ഉച്ചത്തിൽ നമുക്ക് പറയണമെങ്കിൽ എല്ലാവരുടെയും സഹായം വേണ്ടേ? ഉദാഹരണത്തിന് ശ്രീധരൻ്റെ, അതാണ് നേരത്തെ പ്രൊഫസർ KV തോമസ് പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീധരനെ കൂടി കാണുന്നു. കാരണം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ അത് ധരിപ്പിക്കുന്നതിന്, അത് കൺവിൻസ് ചെയ്യുന്നതിന് BJP-കാരനായിട്ടുള്ള ശ്രീധരൻ്റെ സേവനം ഉപയോഗപ്പെടുത്താനാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തും. അത് തുറന്നു പറയുന്നതിന് കേരള സർക്കാർ മടി കാണിക്കുന്നില്ല എന്ന് വേണം KV തോമസിൻ്റെ തുറന്നു പറച്ചിലൂടെ കാണാൻ. അപ്പോൾ അത് നമ്മുടെ ആവശ്യങ്ങളാണ് സാർ. അല്ല, അതല്ല, സമീപനങ്ങളിലുള്ള ഒരു വ്യത്യാസമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു വികസന കാര്യങ്ങളിൽ ചില സമവായങ്ങൾ ആവശ്യമാണെന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ മുൻകാലങ്ങളിൽ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് ഇവിടെ ഭരണവും സമരവും എന്നുള്ളൊരു തിയറി തന്നെ ഉണ്ടായിട്ടുണ്ട്. EMS സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ പറയുന്നത് ഞങ്ങൾ ഭരിക്കുന്നതിനോടൊപ്പം സമരം ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇത്തരമൊരു സൗഹാർദ്ദ സമീപനവുമായി മുന്നോട്ട് പോവുകയും 23-ാമത്തെ മണിക്കൂറിൽ ഒരു സമരവുമായി രംഗത്ത് വരുമ്പോൾ ആ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുള്ള സമരത്തിന്റെ സമയവും തീരുമാനിക്കുമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഞെരുക്കുന്ന ഒരു സമീപനം ഉണ്ടായാലല്ലേ ഞെരുക്കുന്നു എന്ന് പറയാനാകൂ. അതല്ലാതെ അതിനു മുമ്പ് അത് പറയണമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ്? നേരത്തെ ഇവിടെ JR പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ നമുക്ക് 52,000 കോടി രൂപ കിട്ടിയ കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കേരളത്തിന്റെ അവകാശമാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ആ വിഷയം ഉയർത്തുന്നത്? അല്ല, കിട്ടിയ കാലഘട്ടമല്ല, ഈ കാലഘട്ടം തന്നെ 21 മുതൽ 26 വരെ മാത്രമല്ല. ഇത് അല്ല, ഒരു കാര്യം പറയട്ടെ അനൂപ് പറയട്ടെ. താങ്കൾ പറയുന്നത് നികേഷ് കുമാർ, സമയമില്ല. അല്ല, ഞാൻ ഒരു ഇതുകൂടി പറഞ്ഞോട്ടെ. അനൂപ് പറഞ്ഞോട്ടെ. അനൂപ് പറയട്ടെ. അല്ല, ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ ലോകസഭയിൽ നമ്മുടെ NK പ്രേമചന്ദ്രൻ 366 ചോദ്യവും നമ്മുടെ MK രാഘവൻ 452 അതുപോലെ 455 ഡീൻ കുര്യാക്കോസും ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന എങ്ങനെയാണ് ഞെരുക്കുന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അതിന് മറുപടി പറയാം. ഞാൻ പറയുന്നത് ഇത് വളരെ കൃത്യമായി ഈ സംഘപരിവാറിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഭരണഘടനാ മൂല്യങ്ങളോടുള്ള, ഫെഡറൽ മൂല്യങ്ങളോടുള്ള അവരുടെ സമീപനം എന്താണെന്ന് അറിയാത്ത ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന്റെ സമീപനവും സംഘപരിവാറിന്റെ സമീപനവും വെച്ച് നോക്കിയാൽ ഏതാണ് മെച്ചം എന്നുള്ള കാര്യത്തിൽ KV തോമസ് മാസ്റ്റർക്ക് പോലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മുൻകാലങ്ങളിൽ കോൺഗ്രസിനോട് സ്വീകരിച്ചൊരു ഏറ്റുമുട്ടലിന്റെ സമീപനത്തിന് പകരം സംഘപരിവാറിനോട് വളരെ സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കുകയും ഇത് നടത്തുന്ന ഈ സാധ്യമായൊരു സമയത്ത് അങ്ങനെ സ്വീകരിക്കുന്നതിന് ചോദ്യം ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ആയിക്കോട്ടെ. അനൂപ്, എനിക്കൊരു ഇടവേള കൂടി ആവശ്യമായി വരുന്നു. അതിനുശേഷം നമുക്ക് മറ്റൊരു പ്രൊഫസർ KV തോമസ്, കേരളയിലിൻ്റെ സിൽവർ ലൈനിൻ്റെ കാര്യത്തിനകത്ത് ശ്രീധരനെ വെച്ചുള്ള നയതന്ത്രജ്ഞത അല്ലെങ്കിൽ നയതന്ത്ര തന്ത്രം വിജയിച്ചില്ല എന്നാണോ കാണേണ്ടത്? അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമായി പറയണം ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൽ ഇന്ന വ്യത്യാസം, അത് പറഞ്ഞാലേ പിന്നെ പോകാൻ കഴിയത്തുള്ളൂ. ആ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ശ്രീധരനെ കാണാൻ, നമ്മൾ ശ്രീധരനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ചെയർമാനായുള്ള എനിക്കറിയാം. എനിക്ക് പത്മകുമാരനെ പോലെയുള്ളവരോട് എല്ലാ ബഹുമാനത്തോടുകൂടി പറയാവുന്നത് നമുക്കൊരു വ്യക്തമായ കാഴ്ചപ്പാടോട് രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ഇപ്പോൾ എയിംസ് പറഞ്ഞ അദ്ദേഹം, ഞാൻ എയിംസുമായിട്ട് MP ആയിരുന്ന കാലഘട്ടത്തിൽ കേന്ദ്രമന്ത്രിയുടെ കാലത്തിൽ അന്ന് ഒരു സംസ്ഥാനത്തിനൊരു എയിംസ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ് കേരളത്തിന് ബുദ്ധിമുട്ടാണ്, കേരളത്തിൽ ഒരു മെഡിക്കൽ സർവീസ് സൗകര്യങ്ങൾ കൂടെ ഒട്ടുമില്ലാത്ത UP-യിൽ കൊടുക്കട്ടെ. ഇപ്പോൾ നമ്മളുടെ 4 സംസ്ഥാനങ്ങൾക്കേ ഉള്ളൂ. അപ്പോൾ ഞാനും ഞാൻ HMD കൊടുത്ത ആളാണെന്ന്. പക്ഷേ ഇപ്പോൾ ഒരു ജില്ലയിലേക്ക് മാറിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ കോഴിക്കോട് എഴുതി കൊടുത്തു, 200 ഏക്കർ സ്ഥലം എടുത്തു. ഇനി അത് പോരെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് പോരാ, ഇന്ന സ്ഥലം വേണം, അതല്ലേ വേണ്ട. അത് പത്മകുമാറിനെ പോലുള്ള ആളുകൾ അവരുടെ സ്വാധീനം ഉപയോഗിക്കട്ടെ. കേരളയുടെ കാര്യത്തിൽ എനിക്ക് അത് തന്നെ പറയാനുള്ളത്. കേരളയുടെ കാര്യത്തിലും നമുക്കൊരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. ഇന്ത്യയിലുണ്ടല്ലോ.
കേരളം വെറുതെ ചോദിക്കുന്നവല്ലോ. അവിടെ എന്തെങ്കിലും അപാകതയുണ്ടോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ആ ഒരു സാമ്പത്തികമായ ഒരു ഞെരുക്കം ഗവൺമെൻറ്റിന് വരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് മുഖ്യമന്ത്രിയും നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കണം. നമ്മൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരിക്കലും എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. ആ സ്ഥാനങ്ങൾക്ക് മാന്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി വന്നപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ്റിനോട് സംഭാവനയുണ്ട്. ഗെയിൽ പ്രോജക്റ്റ് ശ്രീ പിണറായി വിജയൻ, ഞാൻ അദ്ദേഹത്തെ അടുക്കുന്ന അവിടെ വെച്ചാൽ ഞാൻ കൂടി കൊണ്ടുവന്ന പ്രോജക്റ്റ് നടക്കാതെ വന്നപ്പോൾ അത് നടപ്പിലാക്കിയത് പിണറായി വിജയനാണ്. നമ്മുടെ ദേശീയപാതകൾ 30 മീറ്റർ മതിയെന്ന് യുണാനിമസായിട്ട് പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന, വികസന കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും അവരവർക്ക് ഉപയോഗിക്കാവുന്ന മേഖലകളിൽ ആ സ്വാധീനം ഉപയോഗിച്ച് നടപ്പിലാക്കിക്കൂടാ എന്നതാണ് ചോദ്യം. നാളെ കേരളം ഡൽഹിയിൽ സവിശേഷമായ ഒരു സമരം നടത്തുകയാണ്. സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളും നിയമസഭാംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയാണ്. അതിജീവനത്തിനും മുന്നോട്ടു പോക്കിനും അനിവാര്യമായ മാർഗം എന്ന നിലയിലാണ് ചരിത്രത്തിൽ അധികം കീഴ്വഴക്കങ്ങളില്ലാത്ത ഈ പ്രക്ഷോഭത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പ്രൊഫസർ കെ വി തോമസ്, സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി, JR പത്മകുമാർ BJP, ഒപ്പം തന്നെ VR അനൂപ് കോൺഗ്രസ് സഹയാത്രികൻ, നന്ദി സഹകരിച്ചതിന്. ഇനി മീഡിയ എഡിറ്റേഴ്സിലേക്ക്.